ഹായ് ഓൾ. ദേ ഈ പുറകെ കാണുന്നത് എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ വീടാണ് കേട്ടോ. ഞാൻ ഇന്നലെ എത്തി. ഞാൻ ഇവിടേക്ക് വീണ്ടും വീണ്ടും വരുന്നതേ ഇവിടുത്തെ കുറേ നാച്ചുറൽ ആയിട്ടുള്ള കാഴ്ചകൾ കാണാനാണ്. അപ്പം നിങ്ങളും വായോ എൻ്റെ കൂടെ. വീടിൻ്റെ തൊട്ടു പുറകിൽ കാടും താഴോട്ടേക്ക് വന്നാൽ പുഴയാണ് കേട്ടോ. ഇപ്പം നമുക്ക് പുഴ കാണാം. മഴക്കാലത്ത് പുഴ കുറച്ച് ഡേഞ്ചറാണ് കേട്ടോ. പക്ഷേ വേനൽക്കാലത്ത് നല്ല ഫ്രണ്ട്ലിയാണ്. കാരണം ഞാൻ വേനൽക്കാലത്താണ് അധികം ഇവിടെ വരാറും ഈ പുഴയിൽ ഇറങ്ങാറും നീന്താറും കുളിക്കാറും ഒക്കെ. പന്നിക്കോട്ടൂരിലെ മൂത്താട്ടുപുഴയിലേക്കാണ് ഇന്ന് പോകുന്നത്. ഈ പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ച കാണണം. ആകാശത്തിനും വെള്ളത്തിനും ഒരേ കളറായിരുന്നു. എന്തൊരു ഭംഗിയായിരുന്നു എന്നറിയോ. അങ്ങനെ ഞാൻ അവിടെ കുറച്ച് പൂക്കൾ കണ്ടപ്പോഴേ മുടിയിൽ വെക്കാലോ എന്ന് വിചാരിച്ചു. കുറച്ച് എസ്തെറ്റിക് വൈബ് ആക്കാലോ. നമുക്ക് താഴെ ഇറങ്ങി കുറച്ച് കാഴ്ചകൾ കണ്ടാലോ. ഞങ്ങളിവിടെ വന്നാൽ സ്ഥിരം ഇറങ്ങാറുള്ളൊരു ഏരിയ ആണ് കേട്ടോ ഇത്. ഇവിടെ ആകുമ്പോൾ അധികം ഒഴുക്കും ഉണ്ടാവില്ല, ആഴവും ഉണ്ടാവില്ല. മഴ ആയതുകൊണ്ടേ കുറച്ച് വഴുക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ കുഴപ്പമില്ല, ഞങ്ങൾ ശ്രദ്ധിച്ചിട്ട് തന്നെ ഇറങ്ങി. ഇനി നമുക്ക് ഇവിടുത്തെ ഭംഗി ആസ്വദിക്കാം. എന്നത്തേക്കുമായിട്ട് മനസ്സിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയ നല്ല മൊമെൻ്റ് ആണ് കേട്ടോ ഇത്. ഇവിടെ തൊട്ടടുത്തായിട്ടാണ് നമ്മളെ മെയിൻ തുള്ളിപ്പാറ വരുന്നത്. നമുക്ക് അങ്ങോട്ടേക്ക് പോയാലോ. പോകുന്ന വഴിയേ ഈ പുഴയുടെ തന്നെ ഭാഗമായിട്ടുള്ള വേറൊരു നല്ല സ്ഥലമുണ്ട്, നമുക്കതും കാണാം. അന്തിക്കോട്ടൂരുള്ളൊരു ചെറിയൊരു കാവാണ് കേട്ടോ. അതിന് തൊട്ടടുത്തുള്ളൊരു പുഴയും. ചെറുപ്പത്തിലെ ഈ കലണ്ടറിൽ കാണുന്ന ചില ചിത്രങ്ങളുണ്ട്, അതുപോലെയൊക്കെ ആയിരുന്നു കേട്ടോ എനിക്ക് തോന്നിയത്. അത്രയും മനോഹരമാണ് കേട്ടോ ഈ കാഴ്ചകളെല്ലാം. ഇവിടുത്തെ ആൾക്കാർ മീൻ പിടിക്കാനും കുളിക്കാനും വെറുതെ നീന്താനും ഒക്കെ ഈ ഒരു സ്ഥലമാണ് ചൂസ് ചെയ്യാറ്. പിന്നെ പുറത്തുനിന്നും ആളുകൾ ഫോട്ടോഷൂട്ടിനൊക്കെ ആയിട്ട് വരാറുണ്ട്.
അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് മീൻതുള്ളിപ്പാറയിലേക്കുള്ള യാത്രയിലേക്ക് ഇറങ്ങി. ഈ ഒരു നാടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എവിടെ നോക്കിയാലും പുഴയും മലയും കാടും ഒക്കെയാണ്. മൂത്താട്ടുപുഴയിൽ നിന്ന് വെറും 5 മിനിറ്റ് മാത്രമേ ഉള്ളൂ നമ്മളെ മീൻതുള്ളിപ്പാറയ്ക്ക് എത്താൻ. ഇതെല്ലാം കുറ്റ്യാടിപ്പുഴേൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ഇതാണ് മീൻതുള്ളിപ്പാറ. ജാനകിക്കാട് സന്ദർശിക്കാൻ വരുന്നവരാരും നമ്മളെ മീൻതുള്ളിപ്പാറ മിസ്സാക്കാറില്ല. ഈ മീൻതുള്ളിപ്പാറ എന്നുള്ള പേര് എങ്ങനെ വന്നു അറിയോ? തുലാമാസത്തിൽ കുഴല എന്ന് പറഞ്ഞ മീന് പാറയമക്കൂടെ തുള്ളി തുള്ളി വരുമ്പോൾ ഇവിടുത്തെ നാട്ടുകാർ തോർത്തുകൊണ്ടുമായിട്ട് പിടിക്കാൻ പോകും. അങ്ങനെ ഒരു പേര് വന്നതാണ് മീൻതുള്ളിപ്പാറ എന്ന്. നിങ്ങൾക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവല്ലോ, ഞാൻ വിചാരിച്ചതിനേക്കാളും ഒരുപാട് ഭംഗിയുള്ളതായിരുന്നു അവിടുത്തെ കാഴ്ചകൾ. പന്നിക്കോട്ടൂർ എന്ന കൊച്ചു ഗ്രാമത്തിലെ കാഴ്ചകൾ കാണാൻ ഇനിയും ബാക്കിയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാം. താങ്ക്